അമ്മമാരുടെ ഒരു പരാതി മോള് സ്കൂൾക്ക് നിന്ന് ചോറ് കൊണ്ടുപോയി അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു, അതുപോലെ തന്നെ മോനെ കൊണ്ടുപോയി അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു പരാതി. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയുള്ള ചോറുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ അങ്ങനെ പോരിട്ടോ, ഞാൻ എവിടെ നിൽക്കണോ അവിടെ നിങ്ങൾ നിന്നാ മതി. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലിട്ട് ഇത് എങ്ങനെയെന്ന് അറിയുള്ളൂ. ഇതിന് നിങ്ങൾ വലിയ കാശ് കൊടുത്തിട്ട് മന്തിന്റെ റൈസോ ബിരിയാണിന്റെ റൈസോ ഒന്നും വാങ്ങണമെന്നില്ല, നമ്മുടെ സ്വന്തം റേഷനറി വെച്ച് കൊണ്ടാണ്. പിന്നെ ഒരു നാരങ്ങച്ചാന്റെ റെസിപ്പിയും കൂടി ഇതിലുണ്ട്. അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് തക്കാളി മുട്ടച്ചാറട്ടോ. ഇത് പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാകും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഫിനിമോൾക്കും ഷിബിലിമോൻക്കും മാത്രമുള്ളതാണ്, നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴത്തെ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ഇത്തിരി വെളിച്ചെണ്ണയ്ക്ക് ഒന്നിട്ട് കൊടുത്ത് പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുകയാണേ. അങ്ങനത്തെ അത് നല്ലോണം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടി നല്ലോണം വഴറ്റി വരട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് മൂടി വെച്ചു. പിന്നെ ഇത് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തോണ്ട് നല്ലോണം നട വഴറ്റിയിട്ട് അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 തണ്ട് ചപ്പ് ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇതൊക്കെ കൂടി വഴറ്റി വരുമ്പോൾ ഈ മസാല കൂടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തും ചെയ്തു. എന്നിട്ട് ഇത് പിന്നെ അതിൻ്റെ നടുവിൽ കണ്ടിട്ട് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ പറയുക, നമ്മളെ കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിച്ചു പോകും. ഇതിൽ മുട്ടൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അവർ അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇവിടെ ഇക്കാക്കും ഷിബിലിമോൻക്കും ഫിനിമോൾക്കും ഒക്കെ ഇഷ്ടമാണ്. ഞാനിതിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് കൂട്ടാനൊന്നും കിട്ടിയില്ല തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ആയിട്ടൊക്കെ ചെയ്യുക. അങ്ങനത്തെ ചോറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തോട്ടെ. നമ്മൾ മസാലയിലല്ലേ ഉപ്പിട്ട് കൊടുത്തിരുന്നുള്ളത്, റൈസിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ റൈസിൽ ഉപ്പ് ഉണ്ടായാലല്ലേ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മുകളിൽ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തത് മുകളിൽ ഇട്ട് കൊടുത്തതാണ്. അത് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ, അത് ഇട്ടിട്ടൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഷിബിലിമോൻക്കുള്ളത് ആദ്യം തന്നെ ആക്കി കൊടുത്തു. പിന്നെ അത് അടുത്തത് ചെറുപയർ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഷിബിലിമോൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാവണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറുപയർ ചോറ് ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ തിന്നാൻ. അപ്പോൾ അത് അവൻ്റെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചെറുപയർ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഒരു ഇത്തിരി ഉപ്പും കൂടി കണ്ടിട്ട് വിസിലടിപ്പിച്ചതാണ്. റേഷനരി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, വേവ് കൂടി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട കാര്യം, അപ്പോൾ പിന്നെ കഴിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ അതും അവനക്കുള്ളത് ആക്കി കൊടുത്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ചൂടാട്ടാ. പിന്നെ അവനക്കാണെന്നുണ്ടെങ്കിൽ ടൈമും ഇല്ലല്ലോ. ഫിനിമോൾക്ക് ആക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ അവൾ വരുമ്പോഴേക്ക് ചൂടാറിയതിന് ശേഷം ആക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, മുട്ടായാലും ചെറുപയറായാലും കുട്ടികൾക്ക് ഹെൽത്തി അല്ലേ, കുട്ടികൾക്ക് എന്നല്ല നമുക്കും ഹെൽത്തി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് പലതും മാറി മാറി ഇങ്ങനെ വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ദിവസങ്ങളിൽ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ടാണ്. ഇത് മുട്ടയും ക്യാരറ്റും ഉരുളങ്കിഴങ്ങും കൂടി വെച്ചിട്ടുള്ള ഒരു ചോറാണേ. ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ ഉരുളങ്കിഴങ്ങ് ആദ്യം തന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കില്ല, അങ്ങനെ ചെയ്തു. പിന്നെ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഒരു ഇത്തിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നത് എന്തിനാ, കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാ. കുട്ടികൾ ഇതിൻ്റെ കളർ കാണുമ്പോഴേ വരും തിന്നാൻ. പിന്നെ പറഞ്ഞാൽ മുട്ടയും പൊട്ടാറ്റോ അല്ലേ, മുട്ടയും പൊട്ടാറ്റോ തന്നെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലേ, അത് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. ഇവിടെ ഫിനിമോൾക്കൊക്കെ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. അങ്ങനത്തെ ഷിബിലിമോൻക്കുള്ളത് ആക്കി കൊടുക്കാൻ കേട്ടോ. എന്തിനാണ് പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്ന് അറിയോ, സ്റ്റീലിൻ്റെ പാത്രമല്ല അവൻ്റെത്. അപ്പം അത് ഭയങ്കര ചൂട് പോയി. അപ്പോൾ പ്ലേറ്റ് താഴെ വെച്ചിട്ട് അവൻ്റെ പാത്രം മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അത് റെഡിയായി. പിന്നെ അത് ഉള്ളിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉള്ളിച്ചോർക്കും പലർക്കും പിടുത്തുണ്ടാവില്ലേ. അങ്ങനത്തെ 2 കോഴിമുട്ട നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തു. പിന്നെ അത് പേന നല്ലോണം ചൂടായിരുന്ന ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളിയും അതുപോലെ 2 വെളുത്തുള്ളിൻ്റെ പണിയും കൂടി ചെറുതായി കട്ട് ചെയ്തും കൂടിയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴേ ഞാൻ 2 മുട്ട പൊട്ടിച്ച് അതിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ മുകളിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി എടുത്തു കേട്ടോ. അത് രണ്ടും കൂടി അതിൽ കടന്ന് മിക്സ് ആകുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ, നല്ലൊരു സ്മെല്ലും വരുമല്ലോ. പിന്നെ അത് നമ്മൾ റേഷൻ അരി ഒരു ഇത്തിരി ഉപ്പും കൂടി മുകളിലാണ്ട് ഇട്ട് കൊടുത്തു. റൈസിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് ഇട്ട് മതി, പിന്നെ വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നതല്ല, അപ്പോൾ പാകമായി കിട്ടും. അങ്ങനെ 2 കൂടി മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ഉള്ളിച്ചോറ് റെഡിയായി. ഷിബിലിമോൻക്കും ഫിനിമോൾക്കും ഞാൻ എന്ത് ചോറ് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ കൂടെ കുട്ടികൾ ഉണ്ടാകുന്നതല്ലേ, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തിട്ടാണ് കഴിക്കുക. അപ്പോൾ തിന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടെ ഞാനിത് നിറച്ച് കൊടുക്കുന്നത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക കുറച്ച് ചെറിയ നാരങ്ങ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഒന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് നല്ലോണം ഒന്ന് ആദ്യം തിളപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. തിളപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ അറിയാം, കുറേയൊക്കെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ആ നാരങ്ങ അച്ചാറാകുമ്പോൾ നല്ലോണം കയ്പ്പ് ഉണ്ടാവില്ലേ. അങ്ങനത്തെ നല്ലോണം ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു. എന്നിട്ട് ഇത് നല്ലോണം കട്ട് ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഫാൾട്ട് പറ്റിയിട്ട് ഞാൻ ഇത് അച്ചാറിടുന്ന വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് എങ്ങനെ എടുത്ത് വെക്കും, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഫോണിൽ നിന്ന് ഒഴിവാക്കും ചെയ്യും, ഹാങ് ആവുമെന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ കുറേ ഒഴിവാക്കിയത് അച്ചാറിടുന്ന വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം. വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഇത്തിരി മുളക് പൊടിയും പിന്നെ അച്ചാർ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ നാരങ്ങ കട്ട് ചെയ്തതില്ലേ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ശർക്കര ഒരു 3-4 ശർക്കര എടുത്തുകൊണ്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തു. ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഉപ്പും ശർക്കരയും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഈ നാരങ്ങാച്ചാറിന് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. പക്ഷേ എന്താണെന്നറിയോ, ഇത് ഞാനൊരു 2-3 മാസം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ശർക്കരയും ഉപ്പൊക്കെ ഇതിൽ പിന്നെ പുളി ഉള്ളതല്ലേ അരിഞ്ഞിട്ടാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടും. പക്ഷേ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതിൻ്റെ മുകളിൽ കടുകും ഉലുവയും കൂടി ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുത്തിരുന്നു. പിന്നെ കായം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിരുന്നു. സുർക്ക ഒഴിച്ച് കൊടുത്തത് അച്ചാർ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുത്തത്. ഞാൻ എപ്പോഴും അങ്ങനെയിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ്. അച്ചാർ എന്ന് പറയുമ്പോഴേക്കന്നെ വായിന്ന് വെള്ളം വരില്ലേ. എനിക്കെപ്പോഴും വേണം അച്ചാർ ഉണ്ടായി കഴിഞ്ഞാൽ ചോറ് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അച്ചാറൊക്കെ പറ്റ കഴിഞ്ഞും ചെയ്ത്. മറ്റേത് എപ്പോഴും എൻ്റെ അടുത്ത് നാരങ്ങച്ചാർ എപ്പോഴും ഉണ്ടായി. ഇതിലിടയ്ക്ക് ഞാനൊരു ബീട്രൂട്ട് അച്ചാർ ഇട്ടല്ലോ, അത് 5-6 ദിവസം ആയപ്പോഴേക്കും ആ അച്ചാർ കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഷിബിലുമോൻ എന്നോട് ചോദിച്ചും ചെയ്ത് ഈ അച്ചാർ കഴിഞ്ഞും വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നല്ലോണം കൂട്ടിയിട്ട് അച്ചാർ നമ്മളെ ഫിനുമോൾക്കും നല്ല ഇഷ്ടമായി. ബീട്രൂട്ട് അച്ചാറൊക്കെ ആകുമ്പോൾ ചോറ് ഒന്നാകെ അങ്ങോട്ട് ചുവക്കും ചെയ്യുമല്ലോ, അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായി. ഈ പണി എന്താണെന്നറിയാം, ഞാൻ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കും. എന്നിട്ട് പിന്നെ ഇവിടെ കഴുകിയിട്ട് വെക്കാറാണ്. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്ത് തുടച്ചതിന് ശേഷം അത് വെച്ചാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫിനുമോൾ എൻ്റെ കൂടെ വന്നു. അവൾ എന്ത് പണിക്കും പിന്നെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിന്ന് അതെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടി ഒരേ സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തേനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ റൈസൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ. അവർ മറ്റുള്ള ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എങ്ങനെയായാലും കഴിക്കും. കാരണം അതിൽ പൊട്ടാറ്റയും അതുപോലെ തന്നെ മുട്ടയും പിന്നെ ചെറുപ്പയറൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ലേ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടില്ലേ, ഒരു കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.